ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശു എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ഒച്ചത്തി പറഞ്ഞ വലിയ കാര്യങ്ങൾ കർത്താവായ യേശു എനിക്ക് വേണ്ടി ചെയ്യും, എനിക്ക് വേണ്ടി ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴി, അപ്പം ഞാൻ എൻ്റെ കാലിൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നല്ല തണുപ്പാണ് ജയ്പൂരിലൊക്കെ. അപ്പോൾ എൻ്റെ കാലിൽ ഷൂ ആയിരുന്നു. അപ്പം കാലിന് ഈ ദിവസങ്ങളിൽ യാത്രയൊക്കെ നല്ല നീരാണ്. അപ്പം രാവിലെ കൊണ്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജോഡി ചെരുപ്പ് മേടിക്കണം. ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര മഴയാണ്. അപ്പം കട ഇങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പം വലതുവശത്തൊരു ചെരുപ്പ് കട കണ്ടു. അപ്പം ഞങ്ങൾ ഇങ്ങനെ സൈഡിലാണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകാൻ വണ്ടി നല്ല തിരക്കാണ്. ഞാൻ പറഞ്ഞു ആ കട വേണ്ട. ഞാൻ പറഞ്ഞു കർത്താവ് ചെരുപ്പിനുള്ള ഒരു കട ഒരുക്കിയിട്ടുണ്ട്, ഉറപ്പായിട്ടും കർത്താവ് ചെരുപ്പ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വണ്ടി ഓടിക്കുന്ന എൻ്റെ കൂടെയുള്ള സണ്ണിച്ചേട്ടനെ പറഞ്ഞു കർത്താവ് ചെരുപ്പ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് കുറേ വന്നു. കുറേ വന്ന് ഈ കുർബാനിലൊക്കെ കുറേ പുറയിൽ ഒരു കട കണ്ടു, ഒരു ചെരുപ്പ് കട കണ്ടു. അത് ലെഫ്റ്റ് സൈഡാണ്. അപ്പം ഞങ്ങൾ വണ്ടി ആ കടയോട് ചേർത്ത് നിർത്തി. ഞാൻ ഇറങ്ങി ചെന്നു. മഴ പെയ്യുന്നുണ്ട്. ഞാൻ കയറി ചെന്നു. അപ്പോൾ ആ കടയുടെ ഓണർ മാത്രമേ ഇവിടെ ഉള്ളൂ, ഉടമസ്ഥൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെരുപ്പ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചെരുപ്പ് നിറഞ്ഞ് ടൈപ്പ് എടുത്തിട്ടു. ഞാൻ ഇങ്ങനെ കാലൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ചേട്ടന് ഞാനൊരു ചെരുപ്പ് പറഞ്ഞു ഇത് കുഴപ്പമില്ലോ. പിന്നെ ആ ചേട്ടൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ഈ ബ്രദർ സാബു ബ്രദറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാബു ബ്രദറാന്ന് പറഞ്ഞു. ഉയ്യോ. അദ്ദേഹം പറയുകയാണ്, ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. 5 വർഷം മുമ്പ് അരിമ്പൂർ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ, കൃപാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ എൻ്റെ ഭാര്യയുമായിട്ട് വന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു പോവുക, കൗണ്ട് കൂടുന്നില്ല. വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. അന്ന് കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസം ഞായറാഴ്ച കൊണ്ടുവന്നു. രോഗികൾക്കണ്ടി പ്രാർത്ഥിച്ചു. പകല് കൊണ്ടുവന്ന് ബ്രദർ എൻ്റെ ഭാര്യയ്ക്കണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഭാര്യയുടെ പേര് ഞാൻ ചോദിച്ചു, ഏഞ്ചൽ. ആ ചേട്ടൻ്റെ പേര് ജിറ്റോ എന്നാണ് പേര് പറഞ്ഞത്. എന്നിട്ട് ആ മകൻ പറയുകയാണ് അന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അത്ഭുതം നടക്കുകയാണ്. വൈഫിന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. 5 വർഷമായി. അദ്ദേഹം പറയുകയാണ് ഇവിടെ ധ്യാനം നടക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ധ്യാനത്തിന് വരാനായിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുമൊക്കെ അങ്ങ് നിറഞ്ഞ് സങ്കടം. അദ്ദേഹം പറഞ്ഞു ബ്രദറെ എൻ്റെ ഭാര്യയോട് ഇത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കാമെന്ന് വെച്ചു. ഞാൻ നിന്ന് കൊടുത്തു, ഒരു സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം ഇന്ന് രാവിലെ ഉണ്ടായി. അദ്ദേഹം പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് അത്ഭുതമായ ഹീലിംഗ് നടന്നു. പിന്നെ കൗണ്ടിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു രോഗവുമില്ല. കർത്താവിന് അത്ഭുത സ്പർശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ഞാൻ ഓർക്കുകയാണ് എത്രയോ പേരെയാണ് കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നത്. ക്യാൻസറും ട്യൂമറും മറ്റു രോഗങ്ങളും എല്ലാം കർത്താവ് സൗഖ്യമാക്കുക. അത് നല്ലൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. അപ്പം അത് ശരിക്കും ആ കടയിൽ അവിടെ നിർത്തിയതും അവിടെ കയറിയതും ചെരുപ്പ് മേടിച്ചതും ഒക്കെ ഞാൻ പറഞ്ഞു ദൈവം ചെരുപ്പ് കരുതി വെച്ചിരുന്നു. കറക്റ്റ് അവിടെ കരുതി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. അവർ സൗഖ്യം നൽകുന്നത് അനുഗ്രഹിക്കുന്നതൊക്കെ യേശുവാണ്. അപ്പം അവരെ എന്നെ ഒന്ന് കാണാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനവിടെ നേരിട്ട് കയറിച്ചില്ല. വേറെ കടയിൽ ആരുമില്ല. എന്നിട്ട് ഞാനവിടെ ഈശോയുടെ തിരുവനന്തപുരം മാതാവൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ശരിക്കും ആ കുടുംബത്തെയും ആ കടയൊക്കെ അനുഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ, കർത്താവിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളെ ഓരോരുത്തരെയും ഈശോ
അനുഗ്രഹിക്കും. രോഗികളെ കർത്താവ് സുഖപ്പെടുത്തും. അല്ലെ കടബാധ്യത അല്ലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ട്, എന്തുമാവട്ടെ അവയിലെല്ലാം കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാവും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം, വെളിപാട് 5:5. കരയാതിരിക്കൂ, കരയാതിരിക്കൂ, ഇതാ യൂദ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. ഇതാ യൂദ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. യൂദ വംശത്തിൻ്റെ സിംഹം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ജനിച്ചത് യൂദ ഗോത്രത്തിലാണ്. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതിയുടെ ഗോത്രം യൂദ ഗോത്രത്തിലാണ് യേശു ജനിക്കുന്നത്. കരയാതിരിക്കൂ. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദ വംശത്തുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ വേര് ആയവൻ, ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവൻ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. അവൻ ഈ ഭൂമിയിൽ പിറന്നത് മാനവരാശിയെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെ വചനത്തിൽ ആദ്യം പറയുന്നു കരയാതിരിക്കൂ. ഇത് വലിയ ഒരു സന്ദേശമാണ്. കരയാതിരിക്കൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ് കരയാതിരിക്കൂ. കാരണം നിൻ്റെ സങ്കടങ്ങൾ ഞാൻ കാണുന്നുണ്ട്, നിൻ്റെ വേദനകൾ ഞാൻ അറിയുന്നുണ്ട്, നിൻ്റെ തകർച്ചകൾ എനിക്കറിയാം. നീ കരയാതിരിക്കുക. നിൻ്റെ ഭാരങ്ങൾ എന്നെ ഏൽപ്പിക്കുക. നിനക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഹബക്കൂക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയ ഭരിതരാകുവിൻ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോവുക. നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി. ഇത് പേഴ്സണലായിട്ട് പറയുക. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഒരു പ്രവൃത്തി കർത്താവ് ചെയ്യുക. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യാനായിട്ട് പോകുക. നീ വിസ്മയിക്കുന്ന ഒരു പ്രവൃത്തി, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിനക്കായിട്ട് കർത്താവ് ചെയ്യും. വിശ്വസിക്കുക, ഉറച്ച് ഹൃദയത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുക. ബാക്കി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും. എല്ലാവരും ഇത് പറഞ്ഞ്, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ഇത് കർത്താവിൻ്റെ വചനമാണ്. ക്ഷീണിതരെ, ശരീരത്തിൻ്റെ ക്ഷീണം, ശരീരത്തിൻ്റെ ക്ഷീണത്തെക്കാൾ വലുത് മനസ്സിൻ്റെ ക്ഷീണമാണ്. മനസ്സിൻ്റെ മടുപ്പും ക്ഷീണമാണ് ഏറ്റവും വലിയ ക്ഷീണമെന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ക്ഷീണത്തെക്കാൾ ഉപരി നമ്മളെ തളർത്തുന്നത് നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിനെ തോൽപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ക്ഷീണിപ്പിക്കുന്നത്. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും. നിൻ്റെ മനസ്സിൻ്റെ മടുപ്പ്, ശരീരത്തിൻ്റെ രോഗങ്ങൾ അല്ലെ പ്രയാസങ്ങൾ, മടുത്തു തുടങ്ങിയവരെ കർത്താവ് ശക്തിപ്പെടുത്തും. ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിൽ പല തരത്തിലുള്ള ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാം. കർത്താവിൻ്റെ ആത്മാവ് പറയുക, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ദുഃഖിതരെ, ഈ വചനം ഹൃദയത്തിൽ വിശ്വസിക്കണം. ദുഃഖിതരെ ഞാൻ ആശ്വസിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു. ഉണ്ടോ? സുഖകരമായ ഉറക്കം നമുക്ക് ലഭിക്കണമെങ്കിൽ പോലും നമ്മുടെ മനസ്സിന് ഒരു ശാന്തത വേണം. വേണ്ടേ? വേണം. മനസ്സിനൊരു ശാന്തതയും സ്വസ്ഥതയും ഉണ്ടെങ്കിൽ നല്ല ഉറക്കം പോലും കിട്ടുമോ? ടെൻഷൻ അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. 100 കൂട്ടം കാര്യങ്ങൾ അതുമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഭാരപ്പെട്ട് നമുക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും. ക്ഷീണിച്ച മനസ്സുകൾ, ക്ഷീണിച്ച ശരീരങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് ബലപ്പെടുത്താനായിട്ട് പോവുക. ഹല്ലേലൂയ.
നിന്റെ ദുഃഖം എന്തുമാവട്ടെ, ആ ദുഃഖം കർത്താവ് ഏറ്റെടുക്കാനായിട്ട് പോകുക. യെശയ്യാ 53:4. അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രകരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുമെന്ന് നാം കരുതി. ഉണ്ടോ? അവിടെ പറയും, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അവൻ നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും കർത്താവിൻ്റെ ചുമലിലേക്ക് നീ വെച്ചു കൊടുക്കുക. അവൻ അതെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീര്, നിരാശകൾ, ഭയങ്ങൾ, ആകുലപ്പെടകൾ, മനസ്സിൻ്റെ മടുപ്പ് ഒക്കെ കർത്താവിന് കൊടുക്കുക. കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. നിന്റെ ദുഃഖങ്ങൾ അവൻ ഏറ്റെടുക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിങ്ങളുടെ ദുഃഖത്തെ അവൻ സന്തോഷമാക്കി മാറ്റും. നിന്റെ കണ്ണുനീരിനെ അവൻ ആനന്ദമാക്കി മാറ്റും. നിന്റെ തകർച്ചകളെ അവൻ ഉയർച്ചയാക്കി മാറ്റും. നിന്റെ സഹനങ്ങളെ നിനക്ക് അവൻ അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പാണ്, നിന്റെ സഹനങ്ങൾ മുഴുവൻ വലിയ നന്മയായിട്ട് അനുഗ്രഹമായിട്ട് മാറാൻ പോവുക. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾ അത് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അനുഗ്രഹങ്ങൾക്കും അനേകരുടെ രക്ഷയ്ക്കും മാനസാന്തരത്തിനും ഒക്കെ കാരണമായിട്ട് മാറും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾ അത് ഉറപ്പായിട്ടും നമ്മൾ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചു കൊടുക്കുക. അത് വലിയ അനുഗ്രഹമായിട്ട് അവൻ മാറ്റുവാനായിട്ട് പോവുകയാണ്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ജെറമിയ 31:16. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. ആ വചനം എല്ലാവരും പറഞ്ഞേ. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം നൽകും. നിന്റെ യാതനകൾക്ക് പ്രതിഫലം നൽകും. ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഹല്ലേലൂയ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നീ ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഹല്ലേലൂയ. എന്താ കർത്താവിൻ്റെ വചനം പറയുന്നത്? കരച്ചിൽ നിർത്ത, കരച്ചിൽ നിർത്ത. ഈശോ പറയുക, ദൈവം നമ്മളോട് പറയുക, കരച്ചിൽ നിർത്ത്. വിശ്വസിക്കാവോ? തീരുമാനം ഉണ്ടാക്കുന്ന ആരാ? കർത്താവ്. കർത്താവായ യേശു ക്രിസ്തു അല്ലേ? കർത്താവാണ് നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്നത്. ഉറപ്പാണ്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. ഈ ദിവസങ്ങളിൽ അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുക. കഴിഞ്ഞ ദിവസം ഇവിടെ ജയ്പൂരിൽ ധ്യാനം നടക്കുമ്പോൾ ഇങ്ങനെ വചനം പങ്കുവെച്ചുമ്പോൾ കാണാം, ഒരു ചേട്ടൻ ഇങ്ങനെ വടിയൊക്കെ ഇങ്ങനെ കുത്തി നടക്കുന്നത്. അപ്പം ചേട്ടൻ കയറി വരുന്ന ഞാൻ കണ്ടു. ഭാര്യ ഒരു കയ്യെ പിടിച്ചിട്ടുണ്ട്, വടി കുത്തി പിടിച്ച് നടന്നു വരുന്നൊരു, എനിക്കൊന്നൊരു 55 വയസ്സ് കാണും. 55 വയസ്സേ ഉള്ളൂ. നല്ല ആരോഗ്യമാണ്, നല്ല സൈസാണ്. ഒരു ഹിന്ദിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മലയാളിയാണ്. ആ സ്ത്രീയുണ്ട് കൂടെ. ഇങ്ങനെ ഞാൻ വചനം പങ്കുവെച്ചു. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രേരണ തന്നു. ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കോൾലെസ് മൈക്കാ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റുക? ഉടനെ ആ ചേച്ചി പറഞ്ഞു, എൻ്റെ ഭർത്താവാണ്. ഭർത്താവ് ഹിന്ദിക്കാരനാണ്.
ആ സ്ത്രീ തൃശ്ശൂരുകാരിയാണ്. എന്നിട്ട് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഈ ഇടുപ്പ് ഇവിടം കൂട്ടി കാലുകൂട്ടി ബലക്കുറവാണ്, നടക്കാൻ പ്രയാസം, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞു. ഞാൻ ഇറങ്ങിച്ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ നട്ടലിലും ഇവിടെ ഇടുപ്പിനൊക്കെ ഒന്ന് തട്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ആ വടി കൈ മേടിച്ചു നടന്നോളാം. ആ ചേട്ടൻ ആ നിമിഷത്തിനെ സൗഖ്യമായി. ആ നിമിഷത്തിനെ കർത്താവ് സൗഖ്യം കൊടുത്തു. ആ വടിയൊക്കെ പൊക്കി പിടിച്ച് ആ ചേട്ടൻ പള്ളിക്കകത്തോട് നടന്നു. ഹിന്ദിക്കാരനെന്ന് പിന്നെയാണ് ആ ചേച്ചി പറയുമ്പോൾ ഭർത്താവ് ഹിന്ദിക്കാരനെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത്ഭുതമായിട്ട് ആ നിമിഷത്തിൻ്റെ കർത്താവ് സൗഖ്യം നൽകുകയാണ്. ഹല്ലേലൂയ. ഞാനിത് പങ്കുവെച്ചത് ഇവിടെയും കർത്താവ് സൗഖ്യങ്ങൾ നൽകും. കാരണം അവൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ഈശോ തൊടും. അത് ശരീരത്തിൻ്റെ ഉള്ള സ്പർശനമാകാം, മനസ്സിൻ്റെ മേലുള്ള സ്പർശനമാകാം, ആത്മാവിൻ്റെ സ്പർശനമാകാം, രോഗത്തിൻ്റെ മേലാകാം, കടബാധ്യയിലാകാം. നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ എപ്പോൾ വേണമെങ്കിലും കർത്താവ് ഇടപെടും. വചനം പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.